Greetings to you all in the precious name of our Lord and our soon coming Lord and our Savior, the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കുമുള്ള വന്ദനം ആരംഭമായിട്ട് അറിയിക്കുകയാണ്. I thank the Lord for giving me this wonderful opportunity to share the word of God with you all in this virtual platform. ഈ അയഥാർത്ഥ്യ മാധ്യമത്തിലൂടെ ദൈവവചനം സംസാരിക്കുവാനുള്ള കിട്ടിയ അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. I purely and strongly believe that it's a God-given opportunity and I consider it as a privilege as well. ഇത് ദൈവം നൽകിയ ഒരു അവസരമായിട്ട് തന്നെ ഞാൻ കരുതുകയും ഇതൊരു പദവിയായിട്ട് ഞാൻ കണക്കാക്കുകയും ചെയ്യുന്നു. At the very initial itself, I want to thank the leadership and the elders of Tirumala Brethren Assembly for giving me an opportunity to share the word of God this morning. ഇന്ന് രാവിലെ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് അവസരം എനിക്ക് തന്ന ഇവിടെയുള്ള നേതൃത്വത്തിനും മൂപ്പന്മാർക്കുമുള്ള നന്ദി ആരംഭത്തിൽ അറിയിക്കുകയാണ്. I am not a great person of any of introduction, but I am very humbly and very fearfully I want to share the word of God, what the Spirit of the Lord has put in my hearts this morning. ഒരു ആമുഖം പറഞ്ഞ് വിളിക്കേണ്ട ഒരു പ്രഭാഷകനല്ല ഞാൻ. വിനയത്തോടും ഭയത്തോടും കൂടി ദൈവവചനത്തിൽ നിന്ന് ഇന്ന് ഞാൻ സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. I don't have any great names attached to myself, but I have one great name to attach, that is my Lord Jesus Christ, because of whom I am today. എന്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കുവാനായിട്ട് വലിയ നാമങ്ങളൊന്നും വേറെയില്ല. ഒരേ ഒരു നാമം, യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഇന്ന് നിങ്ങളോടൊപ്പം വചനം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I know about Tirumala Assembly and I get to know the well-being of the assembly through few believers in this assembly. And as I would like to honestly say that we used to pray as and when we hear any prayer matters from this assembly. ഈ തിരുമലയുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെയുള്ള പല വിശ്വാസികളിൽ നിന്ന് അറിയുവാനായിട്ട് കഴിയുകയും ഇവിടെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Thank you for all the brothers who have been praying for me. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുക. I get to speak from Brother AB and Ridgeland, and thank you for Uncle Satyaraj, and I know few brothers, Sachi Matthews, George Varghese uncle. I keep sometimes I call them and inquire, and thank you for all these brothers in the Lord because of the joy which I am here today. ഇന്ന് ഞാൻ ഇവിടെയുള്ള പല സഹോദരങ്ങളെയും ജോർജ് വർഗീസ് അതുപോലെ അനേക സഹോദരങ്ങളെ എനിക്ക് നേരിട്ടറിയാം. അവരെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അവരോടൊക്കെയുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുക. I also bring in the greetings from Agape Christian Assembly. The Lord by His grace is helping us as a family to serve here in a very small way. കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ അകപ്പെ ബ്രദർ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആ സഭയോടുള്ള ബന്ധത്തിലുള്ള നന്ദിയും വന്ദനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുക. As mentioned, I am the brother-in-law of Brother Ridgeland, the wife of Angela. The husband of Angela. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെജിലിന്റെ ഏഞ്ചലയുടെ ഭർത്താവിന്റെ അളിയനാണ് പ്രിയ സഹോദരൻ സ്റ്റീഫൻ. Thank you. And I just for today's morning meditation, first of all, I want to thank the Lord because when we look around this world, we are in a very, very difficult situation. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചും ഞാൻ ഇന്ന് പകൽക്കാലം നമുക്കൊരു ഭാഗത്തേക്ക് ചിന്തകളെ കേന്ദ്രീകരിക്കാം. Always my prayer these days are when we look around us, many have lost their lives, lost their jobs, lost their loved ones, lost their families, but God has still kept us alive. That means God has a purpose in us to be fulfilled. ഇന്ന് ഈ ഒരു സമയങ്ങളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലരുടെയും ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു, പലരുടെയും ഉറ്റവർ നഷ്ടപ്പെട്ടു, പലരുടെയും ജോലികൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ദൈവം ഞങ്ങളെ കൃപയാൽ അവന്റെ കരുതലിന്മേൽ നടത്തുന്നു എന്നുള്ളത് ഓർക്കാറുണ്ട്. Many servants of God, many great men of God, God has taken away to His presence. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനേക കർത്തൃദാസന്മാരെ ഈ സമയങ്ങളിൽ ദൈവം വിളിച്ചു തന്റെ സന്നിധിയിലേക്ക് ചേർത്തതായിട്ട് നാം അറിഞ്ഞുവല്ലോ. But God has still kept us in this land of the living. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മളെ ഇപ്പോഴും ശേഷിപ്പിച്ചിരിക്കുന്നു. That is because of His pure grace and mercy.
അത് ദൈവത്തിന്റെ കൃപയും കരുണയും കൊണ്ട് തന്നെയാണ്. When this morning, I thank God for this technology of Zoom. If it were not so, how would have we at least had this kind of fellowship? ഇന്ന് പകൽക്കാലം ഈ ഒരു സാങ്കേതിക വിദ്യ സൂം എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ലഭിച്ചതിനായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഒന്ന് കൂടുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Although it is not my personal desire or none of our desires to continue like this, we all earn for that day, when that day will come, when we can physically gather in the presence of the Lord physically and glorify Him. നമ്മൾക്ക് ആർക്കും തന്നെ ഈ രീതിയിൽ തന്നെ തുടർന്നു പോകണം എന്നൊരാഗ്രഹത്തോടെ അല്ല, എപ്പോഴെങ്കിലും അവസരം ലഭിക്കുമ്പോൾ കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് നേരിട്ട് വന്ന് സഭയായിട്ട് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ അതിയായ ആഗ്രഹം. But knowingly or unknowingly, are we losing the reverence in our worship? നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കർത്താവിനെ ആരാധിക്കുന്നതിലുള്ള ആ ഒരു ബഹുമാനവും ഭക്തിയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? Is the Satan, the adversary, knowingly, subtly getting into us, and is he trying to get the reverence out of our worship? സാത്താൻ അറിഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി കർത്താവിനെ ആരാധിക്കുന്നതിലുള്ള ബഹുമാനം അവൻ കുറയ്ക്കുവാനായിട്ട് ഇടയാക്കുന്നുണ്ടോ? Is it bringing a laziness, or is it bringing, or are we becoming, because of this technology or because of all this? Let us remind ourselves this morning, let the Holy Spirit help us to bring back the reverence that need to be in our worship. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു മടിയുടെയോ അല്ലെങ്കിൽ അഭക്തിയുടെയോ ദൈവത്തോടുള്ള ബഹുമാന കുറവിലേക്കോ നമ്മെ നയിച്ചിട്ടുണ്ടോ അത് മാറ്റി ദൈവകൃപയിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Almost this close to 1.5 years, I was examining myself. If the Lord opens a way for us to go back to the church in the house of God, what are the things that I need to correct in my life, and what are the things that we can correct in our lives? ഈ ഏകദേശം 1.5 വർഷമായിട്ട് ഞാനും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ശരിയാക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ശരിയാക്കേണ്ടത്, അത് ശരിയാക്കി നേരെയായി സഭയായിട്ട് ഒരുമിച്ച് കൂടി വരണം എന്നത് തന്നെയാണ് പ്രാർത്ഥന. When we get back to worship, if the Lord gives us another chance to worship physically in the house of God, can we be more reverential, more holy? Let our approach to worship could be different if we ponder upon these thoughts this morning. നാം ദൈവത്തെ നേരിട്ട് ആരാധിക്കുവാനായിട്ട് ദൈവം ഇനി ഒരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ ദൈവത്തെ കൂടുതൽ ബഹുമാനത്തോടെയും ഭക്തിയോടും കൂടി ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളത് നാം ചിന്തിക്കുക. Today, this morning, let us look into the importance of reverence that is needed in our worship. നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള ഭക്തിയും ഭയവും ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നാം രാവിലെ ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ. For that very outset, I would like to turn to 2 Chronicles chapter 5, verse 13 and 14. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങൾ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. Here we see that Solomon, having finished the work of the temple of God, ഇവിടെ നാം കാണുന്നത് ദൈവാലയ പണി കഴിഞ്ഞതിന് ശേഷമുള്ള ശലോമോന്റെ കാര്യമാണ്. For a long time the temple has been closed. അനേക നാളുകളായിട്ട് അവിടെ ദൈവാലയം അടഞ്ഞു കിടക്കുകയാണ്. But now Solomon is so joyful that he has finished the work, and the priests and the Levites and the men of God, women of God, they can go back to the temple and worship the Lord. എന്നാൽ അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് തിരിച്ച് ആ ദേവാലയത്തിലേക്ക് വന്ന എല്ലാ ലേവ്യരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുന്ന ഒരു സമയം. Each one had a responsibility to deliver when worshiping the Lord. ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുമ്പോൾ അതിൽ വന്നു ചേരുന്ന ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. He bought all the things that his father David had dedicated for the house of the Lord. അവൻ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ദാവീദ് മാറ്റിവെച്ച ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്.
And they were all in verse 13, that one thing is, as the trumpeters and singers were as one to make one sound to be heard in praising and thanking the Lord. അവിടെ കാഹളം ഊതുന്നവരെല്ലാവരും വാർത്ത് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് നാം കാണും. There were many singers, അവിടെ അനേകം പാട്ടുപാടുന്നവരുണ്ട്, trumpeters, കാഹളം ഊതുന്നവരുണ്ട്. but they were all as one worshiping the Lord. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. To make one sound to be heard in praising and thanking the Lord. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സ്വരം ആയി തന്നെ അവരവിടെ ദൈവത്തെ ആരാധിക്കുന്നു. There were many, but there was one person to be honored and glorified, that is the Lord. അവിടെ ഒരു വ്യക്തി മാത്രമാണ് ആദരിക്കപ്പെടുന്നത്, മഹത്വം എടുക്കുന്നത്, അത് കർത്താവ് തന്നെയാണ്. When the praise rose up towards the heaven, the cloud filled the temple. അവരുടെ സ്തുതികൾ അവിടെ നിന്ന് ഉയരുമ്പോൾ ആ വേഗം വന്ന് അവിടെ ആ ദേവാലയത്തെ മൂടുകയാണ്. We call it in many times in the Old Testament, we can see the cloud that is an important part in the nation of Israel, guiding the nation of Israel. നാം ഇസ്രായേലിലെ ചരിത്രം നോക്കുമ്പോൾ ഈ മേഘം വന്ന് മൂടുന്ന സാഹചര്യങ്ങൾ പല സന്ദർഭത്തിൽ നാം കാണുകയും അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയുകയും ചെയ്യാം. In other words, the Shekinah glory of God. ദൈവത്തിന്റെ മഹത്വം, ഷെഖേനയുടെ ആ ഒരു നിവാസമാണ് നമുക്ക് അവിടെ കാണുന്നത്. It shows the presence of God. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. But this morning I want to the most important thing is, when was the glory or the cloud filled the temple? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏത് സമയത്താണ് ഈ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഷെഖേന ആ ദേവാലയത്തിന് മുകളിലേക്ക് വരുന്നത്? If you read through 2 Chronicles chapter 5, they brought in many things, many precious things, valuable things, holy things, many things to sacrifice, but the cloud was filled when the praise was raised to God. ആ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വിലയെടുപ്പുള്ള അനേക കാര്യങ്ങൾ യാഗത്തിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആ മേഘം വന്ന് മൂടുന്ന സന്ദർഭം എന്ന് പറയുന്നത് ദൈവത്തെ അവർ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത സമയത്താണ്. My dear brothers and sisters, it is worthy to note that the God gets his glory when his people praise him. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മഹത്വം വരുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് നാം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ്. We can feel the presence of God, the glory of God, when his people praise him. നാം ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കുമ്പോൾ, അവന് മഹത്വം കൊടുക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. God pours out his glory when his people praise him and thank him for his goodness. ദൈവത്തിന്റെ ജനം അവനെ ആരാധിക്കുകയും അവന് നന്ദി കരയറ്റുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരിലേക്ക് ദൈവം ചൊരിയും. When we come to verse 14, the glory filled the temple. Because of that, the priest could not stand further to minister. അവിടെ ആ ദൈവിക സാന്നിധ്യം വന്നതുകൊണ്ട് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പുരോഹിതൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. That shows us that we can give whatever we can to God, but the ultimate glory belongs to God alone. നമുക്ക് പല കാര്യങ്ങളും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിയും, എന്നാൽ എല്ലാത്തിന്റെയും പരമമായ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന് തന്നെ ആയിരിക്കണം. The intense presence, the very presence of the Lord fills the temple when his people start to praise him. ആ ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തിന്റെ സൗരഭ്യം അവിടെ അവരുടെ സ്തുതികൾ നിറഞ്ഞപ്പോൾ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. More than the precious things and the bullocks and the calves and the sacrifices, the blood, God took honor when his people praised him. അവിടെ അനേക വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ട്, യാഗ വസ്തുക്കളുണ്ട്, കാളകളുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറച്ചത് ആ ദൈവത്തെ അവർ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ്. So with this background, we will see as New Testament believers, what can we do so that our God might be honored in our worship. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, പുതിയ നിയമ വിശ്വാസികളായ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏത് രീതിയിലാണ് ദൈവം പ്രതികരിക്കുന്നത്? We don't have a physical altar in front of us. നമുക്കൊരു കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു യാഗപീഠം ഒന്നും നമ്മുടെ മുമ്പിലില്ല. We don't bring animals and oxen and sheep to sacrifice.
നാം യാഗം കഴിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളെയോ അല്ലെങ്കിൽ അതിനൊന്നും അങ്ങനെയുള്ള വസ്തുക്കളൊന്നും നാം കൊണ്ടുവരുന്നില്ല. What can we bring when we come to God's presence that God might be honored in our worship? പ്രിയമുള്ളവരെ, നമുക്ക് അവൻ ആരാധനയ്ക്ക് നമ്മെ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ആരാധന കഴിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയുക? Ultimately, the temple or the church or the house of God, the glory is the God's and not for us. അതിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന്റെ മഹത്വം എല്ലാം തന്നെ മുഴുവനും നമുക്കല്ല, അത് കർത്താവിന് തന്നെ ആയിരിക്കണം. In our hearts, in our homes, in our church, God can dwell in us when the praise goes up unto him. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സഭകൾ അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയണമെങ്കിൽ നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്തുതികൾ ഉയരണം. But how are we going to worship him? പ്രിയമുള്ളവരെ, എന്നാൽ ഈ കാലയളവിൽ നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുന്നത്? For a while we are all in our homes, closed in rooms and inside our homes. നാം അനേക നാളുകളായിട്ട്, അനേക സമയങ്ങളായിട്ട് നാം വീടുകളിൽ, ഭവനങ്ങളിൽ അടഞ്ഞ് ഉള്ളിലായിരിക്കുകയാണല്ലോ. But my prayer, and let this be our prayer, Lord, when you open the doors of the church to be open, Lord, let me be more holy, more reverential. Give me an opportunity to worship in true reverence and in true spirit. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ എത്രയും പെട്ടെന്ന് നമ്മുടെ സഭാഹാളുകൾ തുറന്ന് ദൈവത്തെ പൂർവാധികം ശക്തിയോടും ആത്മാർത്ഥതയോടും ബഹുമാനത്തോടും കൂടി അവനെ ആരാധിക്കുവാനുള്ള അവസരം തരണമേ എന്നുള്ള പ്രാർത്ഥന നാം കഴിക്കണം. This morning let us look into 5 headings of worship. ഞാൻ ആരാധനയോടുള്ള ബന്ധത്തിൽ 5 തലക്കെട്ടുകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. First 3 essentials of worship. ആരാധനയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന 3 കാര്യങ്ങൾ. First is praise. Go very quickly because I know that we all know these portions very well. ഞാൻ വേഗത്തിൽ അത് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു, കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണല്ലോ ഇത്. First Hebrews 13 and verse 15. Reference please. Hebrews 13 verse 15. എബ്രായ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം 15-ാം വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. Here we see 4 things regarding praise. സ്തോത്രം അർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള 4 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. First it says by him. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ മുഖാന്തരം. So praise that pleases God is offered by him, that is the true Lord Jesus Christ, to God. ദൈവത്തെ പ്രസാദകരമാകുന്ന സ്തോത്രം എന്ന് പറയുന്നത് അവൻ മുഖാന്തരം നാം അർപ്പിക്കുമ്പോഴാണ്. Secondly, praise to God is continual. We should offer it continually every day, not only on a Sunday morning. Every day of the week or time we need to offer God the praise continually. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് നാം സ്തോത്രയാഗം അർപ്പിക്കുന്നത് ഇടവിടാതെ അർപ്പിക്കണം. എല്ലാ ദിവസവും, ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിലല്ല, എല്ലാ ദിവസവും എല്ലാ സമയത്തും നാം അർപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. And the third thing is praise is involves sacrifice. ആരാധനയിൽ മൂന്നാമത്തെ കാര്യം sacrifice of praise. അതിൽ സ്തോത്രം എന്ന യാഗമായിരിക്കണം അവിടെ അർപ്പിക്കേണ്ടത്. So when we worship the Lord, it needs to be costly, and we need to spend something. Maybe it is our time, it is our effort, it is our knowledge, it is something we need to spend to give to God. It is costly. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനുവേണ്ടി ചില ചിലവുകൾ അവിടെ വരേണ്ടത് ആവശ്യമാണ്. ചിലത് നാം കൊടുത്തുകൊണ്ട് വേണം അതിനവിടെ ദൈവത്തെ ആരാധിക്കേണ്ടത്. Because he has given the most precious costly thing for us, that is his son, the Lord Jesus Christ. അതിന് കാരണമെന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി തന്നത് അത്രയും വിലയുള്ള തന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് നമുക്ക് വേണ്ടി തന്നത്. So our praise should also involve some sacrifice. അതിനാൽ നമ്മുടെ സ്തോത്രത്തിലും ദൈവയുടെ ആരാധനയിലും അതിലൊരു വില നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്.
The sacrifice is not something that we bring like an oxen or a sheep like in the Old Testament. The fourth thing is the sacrifice that is the fruit of our lips. നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടുന്ന ആ സ്തോത്രയാഗം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ മൃഗങ്ങളെയോ കാളകളെയോ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അധരഫലം, നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന ഫലങ്ങളാണ് സ്തോത്രയാഗമായിട്ട് അവിടെ വരേണ്ടത്. The writer to the Hebrews has used a very beautiful word, fruit of our lips. അവിടെ എബ്രായ ലേഖനകാരൻ മനോഹരമായ വാക്കാണ് അവിടെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അധരഫലം. When we say fruit, that shows the tree produces the fruit. നാം ഫലത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു വൃക്ഷമാണല്ലോ ഫലം ഉളവാക്കുന്നത്. When we offer worship, it can be a song, it can be a thought, it can be some words of praise. Whatever comes out of our mouth is considered as a fruit. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ പാട്ടിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചിന്തയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില വാക്കുകളിലൂടെ ആയിരിക്കാം. ഏത് രീതിയിലായാലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഫലമാണല്ലോ ആ അധരഫലം എന്ന് പറയുന്നത്. So a tree is known by its fruit. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് അറിയാം എന്ന് നാം കാണുന്നു. So when we open our mouth and praise the holy God, we need to see how our heart is, whether with the same mouth we curse someone or tell something bad, and with the same mouth can we praise our God. നാം കാണുന്ന പോലെ ഒരേ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതേ സമയത്ത് അതേ നാവ് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ശപിക്കുവാനും മോശമായ കാര്യങ്ങൾ പറയുവാനും നാം ഉപയോഗിക്കുവാനായിട്ട് കഴിയുമോ? When we come to God, how fruit, the lips, the fruit that is coming out of our lips, how holy it should be. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഫലങ്ങളായിട്ടുള്ള വാക്കുകൾ എത്ര വിശുദ്ധി നിറഞ്ഞ വാക്കുകളായിരിക്കണം. And I will quickly move on. And the second essential of worship, praise is first, second is purity. ആരാധനയോടുള്ള ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഘടകത്തിലേക്ക് ഞാൻ പോരുകയാണ്. അത് എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. The Old Testament, the priests and the Levites wear on the best beautiful garments when they come to offer worship to God. നാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പുരോഹിതന്മാരും ലേവ്യരും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്ന സമയത്ത് അവർ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വിശേഷമായ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുന്നത്. Our beautiful ornament as New Testament believers is our heart inside, coming with the pure and a holy heart before God to worship Him. ആ പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധിയും അതായത് പരിശുദ്ധി നിറഞ്ഞ ഹൃദയവുമാണ് നമ്മുടെ ആ രീതിയിലുള്ള വസ്ത്രം എന്ന് പറയുന്നത്. Because God looks at the heart of the worshipper. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം ആരാധിക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. Let's look into one verse, Psalm 96 and verse 9. നമുക്ക് അതിനോടനുബന്ധിച്ച് സങ്കീർത്തനങ്ങൾ 96 അധ്യായം അതിന്റെ 9 വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവിൻ. Oh, worship the Lord in the beauty of holiness. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവിൻ. It is very strange to see here beauty and holiness is compared. ഇവിടെ ചിന്തിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യത്തെ മനോഹരത്വത്തെയും വിശുദ്ധിയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. If you compare with our culture today, beauty never goes with holiness. നമ്മുടെ സംസ്കാരത്തോടനുബന്ധിച്ച് നാം ചിന്തിച്ചാൽ സൗന്ദര്യം അല്ലെങ്കിൽ മനോഹരത്വം എന്ന് പറയുന്നത് ഒരിക്കലും വിശുദ്ധിയുമായി ചേർന്ന് പോകാത്തതാണ്. Today, if you see beauty, it is all lust and vulgarity. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ മനോഹരത്വം അല്ലെങ്കിൽ കാണുവാൻ ഭംഗിയുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും മോശവും മ്ലേച്ഛവുമായ കാര്യങ്ങളെ കുറിച്ചാണ്. They produce beauty out of lust and vulgarity. അവര് മോശമായ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ മനോഹരത്വം എന്നുള്ള വാക്ക് ഉദ്ധരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. But the biblical beauty and holiness goes together. എന്നാൽ ബൈബിളിലെ വിശുദ്ധി അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നതും വിശുദ്ധി എന്ന് പറയുന്നതും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. The beauty of holiness is where God is utmost worshipped. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് മനോഹരത്വവും ആ വിശുദ്ധിയും ഒരുമിച്ച് ചേരുമ്പോഴാണ്.
Our beauty should be pure and holy. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, മനോഹരത്വം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയും നമ്മുടെ പരിശുദ്ധിയുമായ കാര്യങ്ങളാണ്. Because God resides in the beauty, in the holiness. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനായതുകൊണ്ടാണ്. And the third essentials of worship is practice. മൂന്നാമത്തെ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള ഘടകം എന്ന് പറയുന്നത് പ്രായോഗികത, അല്ലെങ്കിൽ നാം പരിചയിച്ചു വരുന്ന കാര്യങ്ങൾ. There is an order or a practice practiced by the Old Testament priests when they offer any sacrifice or worship to God. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ യാഗം കഴിക്കുവാനായിട്ട് വരുന്ന പുരോഹിതന്മാർക്ക് ഒരു ചിട്ടവട്ടം, ഒരു രീതി അവർക്കുണ്ടായിരുന്നതായിട്ട് നാം കാണുന്നു. In 2 Chronicles chapter 5, they were preparing many days and many months they prepared before they came to worship the Lord. നാം വായിച്ച 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തയ്യാറെടുപ്പുകൾ അനേക നാളുകൾ മുമ്പേ ആരംഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. Likewise, when we come to worship the Lord and when we come to his presence, we follow a practice. There should be an order in our worship. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അതിനൊരു രീതിയിൽ, അതിന്റെ ഒരു ചട്ടപ്രകാരം തന്നെ നാം അതിനെ ദൈവത്തെ ആരാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. So first we saw the 3 essentials of worship. നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ 3 അവശ്യ കാര്യങ്ങളെ കുറിച്ചാണല്ലോ നാം കണ്ടത്. Secondly, we will see 3 positions of believers in worship. രണ്ടാമതായിട്ട് നാം കാണുന്നു നമ്മുടെ വിശ്വാസികളുടെ പദവികൾ. ആരാധനയോടുള്ള ബന്ധത്തിൽ വിശ്വാസികളുടെ പദവികളെ കുറിച്ചാണ് നാം കാണുന്നത്. God by his grace, what are the positions we possess as believers today? എന്നാൽ ദൈവം തന്റെ കൃപയാൽ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന പദവികൾ ഏതൊക്കെയാണ്? Let's first is we are priests. അതിലെ ഏറ്റവും പ്രാഥമികമായി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൗരോഹിത്യം തന്നെയാണ്. Let's read 1 Peter chapter 2 and verse 5. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. The whole body of believers brought by his precious blood of the Lord Jesus Christ are considered as priests in the church. ഓരോ വിശ്വാസികളെയും ദൈവം തന്റെ ജീവനുള്ള കല്ലുകളാക്കി അവന്റെ മുമ്പിലെ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. We have given the greatest honor as priests when we come to worship him. നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ അവൻ നമുക്ക് പൗരോഹിത്യം എന്നുള്ള വലിയ പദവി നൽകിയിരിക്കുകയാണ്. In the Old Testament, there needed a priest to go and offer sacrifice standing. He has the only right to go into the holy place to offer sacrifice on behalf of the people and the nation of Israel. പഴയ നിയമ ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ ആ യാഗം കഴിക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പുരോഹിതന് മാത്രമേ അവിടെ ചെന്ന് ജനത്തിനു വേണ്ടി യാഗം കഴിക്കുവാനും ആരാധിക്കുവാനും കഴിയുമായിരുന്നുള്ളൂ. But we, every believer who is brought by the precious and cleansed by the precious blood of the Lord Jesus Christ is a priest. We can go before him to offer worship. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധരായ നമുക്ക് എല്ലാവർക്കും തന്നെ പുരോഹിതത്വം എന്നുള്ള പദവിയാൽ നമ്മെ ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യരാക്കി മാറ്റി. 2 things are connected with this priesthood. ഈ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In 1 Peter 2:5, we are a holy priesthood. ഇപ്പോൾ നാം വായിച്ച 1 പത്രോസ് 2:5 നമുക്കൊരു വിശുദ്ധ പൗരോഹിത്യം. And in 1 Peter 2:9, we are a royal priesthood. നാം 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് രാജകീയ പുരോഹിത വർഗം. Royal and holy. രാജകീയമായതും വിശുദ്ധമായതും. The royalty and priesthood was very something jealous for the nation of Israel. ഈ രാജകീയതവും പൗരോഹിത്യവും എന്ന് പറയുന്നത് അസൂയ ഉളവാക്കുന്ന 2 കാര്യങ്ങളായിട്ട് നമുക്ക് ഇസ്രായേൽ ജനത്തോടനുബന്ധിച്ച് ചിന്തിക്കുവാൻ കഴിയും. The people of Israel considered royalty and priesthood as a very prestigious position. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ രാജാവ് എന്ന് പറയുന്നതും പുരോഹിതൻ എന്ന് പറയുന്നതും വളരെ മഹത്തരമായ ഒരു പദവി തന്നെയായിരുന്നു. But my dear brothers and sisters, this morning when I was meditating this, what a privilege. God has made us holy and also royal
because of the royal king, the Lord Jesus Christ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഒരു ഭാഗം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എത്ര മഹത്തായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയത്. രാജാവിന്റെയും അല്ലെങ്കിൽ വിശുദ്ധരുടെയും പദവി ആ വലിയ രാജാവിനാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. Jesus is our royal king. നമ്മുടെ രാജാവ് യേശുക്രിസ്തു തന്നെയാണ്. He is our holy priest. അവൻ തന്നെയാണ് നമ്മുടെ വിശുദ്ധ പുരോഹിതൻ. Through him we are brought to God, through him, by him. അവനാൽ അവനിലേക്കാണ് നാം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. So the first position is we are priests. അപ്പോ നമ്മുടെ ആദ്യത്തെ പദവി എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. So how carefully we should handle it. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര സൂക്ഷ്മതയോടുകൂടി ആ പദവി നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. Secondly, we are subjects or servants. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം ദാസന്മാരാണ്. No need to turn due to lack of time. Hebrews 2:15 says, we were once subject to bondage and fear. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നാം ഒരിക്കൽ ആ അടിമത്വത്തിന് കീഴിലായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. We were all through our days fear of death and subject to bondage. നാം ആ മരണത്തിന്റെ ഭീതിയിൽ അടിമപ്പെട്ടവരായിരുന്നു ഒരു നാൾ. But today we have become servants to righteousness and servants to God. എന്നാൽ നാം ഇന്ന് ആ നീതി ഉള്ള രാജാവിന്റെ അല്ലെങ്കിൽ യജമാനന്റെ ദാസന്മാരായി മാറിയിരിക്കുകയാണ്. Just we will read 2 verses, Romans 6:18 and 6:22. രണ്ട് വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും 22-ാമത്തെ വാക്യം. റോമാലേഖനം 18 and 22. റോമാലേഖനം 6-ാം അധ്യായം 18-ഉം 22-ഉം വാക്യം. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. We are today's servants, but not to slavery, but to freedom. നാം ഇന്ന് അടിമകളല്ല, എന്നാൽ ദാസന്മാരാണ്, സ്വാതന്ത്ര്യത്തിന്റെ ദാസന്മാർ. We are servants to righteousness and servants to God. നാം നീതിയുള്ള ദാസന്മാരായും ആ ദൈവത്തിന്റെ ദാസന്മാരായും മാറിയിരിക്കുകയാണ്. In the past also we were servants, but we were servants with fear and bondage. നമ്മുടെ പഴയ കാലം എന്ന് പറയുന്നത് നാം ദാസന്മാർ തന്നെയായിരുന്നു, എന്നാൽ അടിമത്വത്തിന്റെയും ഭയത്തിന്റെയും ദാസന്മാരായി നാം ആയിരുന്നു. But today we are servants to our master, the Lord Jesus Christ. എന്നാൽ നാം ഇന്ന് നമ്മുടെ യജമാനായ ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായി മാറിയിരിക്കുന്നു. We as servants should willfully offer the worship. നാം ആ ദാസന്മാരായിരിക്കുന്ന നാം മനഃപൂർവ്വമായിട്ട് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ദൈവത്തിന് ആ യാഗം അർപ്പിക്കുകയാണ്. We should offer our service as servants with fear, with a rightful fear, not fearing the master out of a wrong fear. നാം ഇന്ന് ആ ദൈവത്തെ അല്ലെങ്കിൽ ആ യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ, അവനെ സേവിക്കുമ്പോൾ ഭയത്തോടെയാണ്, എന്നാൽ തെറ്റായ രീതിയിലുള്ള ഭയത്തോടെയല്ല. Today I felt that worship meeting as a whole was led by the Holy Spirit. I could feel that. ഇന്ന് നാം ആരാധിച്ച സമയത്ത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. Many of the thoughts that I was sharing, few brothers like Brother Vipin and Brother Saji Matthews was also relating to the similar verses I have noted down. ഇന്ന് പകൽക്കാലം ചിന്ത പങ്കുവച്ച സമയത്ത് വിപിൻ സഹോദരനും അതുപോലെ സജി മാത്യു സഹോദരനും ഇതേ ഭാഗത്തിന്റെ ചേർന്ന് നിൽക്കുന്ന പല ഭാഗങ്ങൾ അവർ ഉദ്ധരിക്കുകയുണ്ടായല്ലോ, അത് ചിന്തിക്കുകയുണ്ടായി. Third position of believers is we are as children. മൂന്നാമത്തെ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ പദവി എന്ന് പറയുന്നത് നാം അവന്റെ മക്കളാണ്. Ephesians 1:5. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ജീവിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. Today morning we were reminding in our worship, Brother Saji Matthews was taking Ephesians 1:5-8. We are adopted as sons in the Lord Jesus Christ. What a glorious privilege.
ഇന്ന് നാം പകൽക്കാലം ധ്യാന ചിന്തകൾ പങ്കുവച്ചപ്പോൾ പ്രിയ സജി മാത്യു സഹോദരൻ എടുത്ത വാക്യം അറിയാമല്ലോ. എഫെസ്യർ 1:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമ്മെ അവൻ ദത്ത് എടുത്ത് ഇരിക്കുന്നു. Who are we? We were sinners as dead dogs stinking in sin, but God had mercy on us to adopt as his sons. നാം ആരായിരുന്നു എന്നുള്ളത് ചിന്തിക്കുക. അലഞ്ഞു തിരിഞ്ഞു നടന്ന തെരുവ് നായ്ക്കൾക്ക് സമമായിരുന്നു നമ്മെ അവൻ ദത്തെടുത്ത് തന്റെ സ്വന്തം മക്കളാക്കി മാറ്റി. As children, we need to be obedient to our masters. ഒരു മക്കൾ എന്ന പദവിയിലായിരിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും അവനോട് അനുസരണമുള്ളവനായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. Very quickly, we will also read Romans 8:15 to 17. വേഗത്തിൽ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 15 to 17. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടി സാക്ഷ്യം പറയുന്നു. 17-ാം വാക്യം. ആ മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. What a position the Lord has given to us through his son, the Lord Jesus Christ. പ്രിയമുള്ളവരെ, എത്ര വലിയ പദവിയാണ് ക്രിസ്തുയേശുവിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. In the Old Testament, no person will dare to call God as his father. പഴയ നിയമകാലത്ത് നാം ചിന്തിച്ചു വെക്കുമ്പോൾ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുവാനായിട്ട് ആരും തുനിഞ്ഞിരുന്നില്ല. It is a Yahweh, the glorious one, they used to fear when they pronounce that name. യഹോവ യാഹ്വേ എന്നുള്ള പദം തന്നെ അവർ ഉപയോഗിക്കുന്നത് തന്നെ വളരെ ഭയത്തോടും വിറയലോടും കൂടിയായിരുന്നു. But today we have been adopted as sons and daughters, as children. We can openly open our mouth and glorify him, saying, Abba, Father. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ അവൻ ദത്തെടുത്ത് സ്വന്തം മക്കളാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ ഹൃദയം തുറന്ന് പൂർണ്ണ മനസ്സോടെ അബ്ബാ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. Not only children, മക്കൾ എന്നുള്ള പദവി മാത്രമല്ല, we are heirs and co-heirs with God. അവനോടുകൂടി അവകാശികളും കൂട്ടാവകാശികളുമാക്കി നമ്മെ മാറ്റിയിരിക്കുകയാണ്. I will quickly move on. My time is running out. And the third thing is the 3 roles of believers in worship. ഞാൻ സമയം പോകുന്നതുകൊണ്ട് വേഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസികൾക്കുള്ള പങ്ക്, 3 പങ്കുകളെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. First, our responsibility as priests. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുരോഹിതൻ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം. Already we read 1 Peter 2:5. നാം വായിച്ചു കഴിഞ്ഞതാണ്. 1 പത്രോസ് 2:5 നാം കാണുന്നുണ്ട്. And also 2:9, holy and royal priesthood. 2:9 നാം കാണുന്നുണ്ട് രാജകീയ പുരോഹിത വർഗം. Position always comes with responsibility. പദവി എന്ന് പറയുന്നത് എപ്പോഴും ഉത്തരവാദിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. We are priest, but we also have a responsibility. നാം പുരോഹിതന്മാർ തന്നെയാണ്, എന്നാൽ അതിനോടൊപ്പം അതിൻ്റെതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. Every child of God as a priest has 4 main responsibilities as a priest. ഒരു ദൈവ മകന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവന് 4 ഉത്തരവാദിത്വങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. As a priest, he should reflect the holiness of God and reflect the holiness as a priest. ആ പുരോഹിതൻ എന്ന നിലയിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വിശുദ്ധി പ്രതിഫലിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. Secondly, as a priest, he should offer spiritual sacrifices. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ രണ്ടാമതായിട്ട് അവൻ ആത്മീയ യാഗം കഴിക്കുന്നവനായിരിക്കണം. Thirdly, as a priest, he should intercede for man before God. മൂന്നാമതായിട്ട് പുരോഹിതൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ദൈവത്തോട് പറയുന്നവനായിരിക്കണം. Especially this time, it is this responsibility we need to fulfill. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സമയത്ത് നാം ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. We the believers need to cry for our nation, cry for our country, cry for this our fellow believers, cry for our loved ones. We should intercede and pray for them.
പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് നമ്മുടെ വിശ്വാസികൾ, കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് മധ്യസ്ഥത ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And the fourth responsibility as a priest is represent God before man, that is evangelization. നാലാമത്തെ ഒരു പുരോഹിതൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യരുടെ മുമ്പിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു, നമ്മെ സുവിശേഷീകരണത്തിനാക്കി വെച്ചിരിക്കുന്നു. I will quickly move on. The second role of a believer is he has a duty as in the worship. രണ്ടാമത്തെ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള അവന്റെ പങ്ക് എന്നുള്ളത്, he has a duty or an obligation. അവനൊരു ഉത്തരവാദിത്വമുണ്ട്, അവനൊരു ജോലിയുണ്ട്, അവന് ദൈവത്തോട് ഒരു വിധേയത്വം ഉണ്ടാകണം. In Ephesians, we already saw that we are his children. നാം കണ്ടു കഴിഞ്ഞു, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. If we are children, we need to do some duties to our God. നാം ദൈവ മക്കൾ എന്നുള്ള രീതിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ചില ഉത്തരവാദിത്വങ്ങളും നമ്മളെ ജോലികളും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. 1 Thessalonians 5:5 says we are the children of the light, children of the day. 1 തെസ്സലോനിക്കർ 5:5 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നാം വെളിച്ചത്തിന്റെ മക്കളാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. No need to turn. Ephesians 5 says walk as children of the light. എഫേസ്യ ലേഖനം 5-ാം കാണുന്നുണ്ട്, ദൈവത്തിന്റെ മക്കൾ എന്നത് ഈ വെളിച്ചത്തിൽ നടക്കുന്ന മക്കളാകണം. One verse I would like to read in relation to children's duty, 1 Peter 1:14 and 15. ഒരു വാക്യം മാത്രം അതിനോടനുബന്ധിച്ച് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 1-ാം അതിന്റെ 14-15 വാക്യം. പണ്ട് നിങ്ങളുടെ ആജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. As obedient children, that is our primary duty. അനുസരണമുള്ള മക്കൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം. Our primary duty is to guard our holiness and don't go back to our former lusts and habits and fall to sin. വിശുദ്ധരായി നടക്കണം എന്നുള്ള, അനുസരണമുള്ളതായി വിശുദ്ധരായി നടക്കണം എന്നുള്ളത് കൊണ്ട് നാം പഴയ നമ്മുടെ ജഡീകമായ, മോശമായ, മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് പോകാതെ വിശുദ്ധരായിട്ട് തന്നെ മുന്നോട്ട് പോകണം. As children, if we are not holy, our worship will not be honoring to God. നാം വിശുദ്ധരല്ലാതെ ആയിരിക്കുന്നു എങ്കിൽ നമ്മുടെ ആരാധന ദൈവത്തിന് ഒരിക്കലും പ്രസാദകരമായിരിക്കത്തില്ല. And third role of a believer is his privilege to worship. മൂന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തെ ആരാധിക്കുവാനുള്ള പദവി ലഭിച്ചിരിക്കുക. That is what John chapter 1 and verse 12, a very familiar verse. അതാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം 12-ാം വാക്യത്തിൽ നാം കാണുന്ന സുപരിചിതമായ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. That is, membership in God's family is purely God's grace and provision. ആ ദൈവിക ഭവനത്തിലെ അംഗമായി തീരുവാനായിട്ടുള്ള ഒരു പദവി, ഒരു അധികാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. It is the gift of God. അത് ദൈവത്തിന്റെ ദാനം തന്നെയാണ്. It is never by our human achievement. നമ്മുടെ എന്തെങ്കിലും നേട്ടമായിട്ട്, മാനുഷിക നേട്ടമല്ല അത് എന്ന് പറയുന്നത്. We have given this privilege because we had to do our part to receive this. നമുക്ക് ഈ ഒരു പദവി ലഭിച്ചിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടേതായ ചില കാര്യങ്ങളും ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. We have to receive him and believe him. നാം അവനെ സ്വീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. That is what again 1 Peter 2:9 we saw the privileges as New Testament believers. അത് തന്നെയാണ് നാം 1 പത്രോസ് 2-ാം വാക്യത്തിൽ ഒരു പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നു. Can we read that verse 1 Peter 2:9 again? 1 പത്രോസ് 2-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. I want to focus on the word we are a special people, peculiar people, or in other translation a purchased people. അവിടെ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നിടത്ത് ചില വാക്കുകൾ മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ വംശം, സ്വന്തം ജനം. We are a special people purchased by God.
നാം പ്രത്യേകമായ ഒരു ജനമാണ്, ദൈവം വിലയ്ക്ക് വാങ്ങിയ ഒരു ജനം. How can a sinner, a person of no value like me, like us, become special to God? പ്രിയമുള്ളവരെ, ഒരു വിലയും ഇല്ലാതിരുന്ന, ഒന്നിനും കൊള്ളരുതാത്ത എന്നെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? It is, I would like to, if you go to a museum, you can see so many things there. നാം ഒരു മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ അനേക കാര്യങ്ങൾ, വസ്തുക്കൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. If you just look at the things, it has no value. ആ ഒരു വസ്തുക്കളിലേക്ക് മാത്രം നാം വെറുതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നുമില്ല. We can see a stick or a hat or a belt. It has no value in the museum. അവിടെ ഒരു വടി ഉണ്ടാവും, ചിലപ്പോൾ ഒരു തൊപ്പി ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നും അവിടെ ഇല്ല. But the value is because the person who has used it. എന്നാൽ ആ വസ്തുവിന്റെ മൂല്യം നിർണയിക്കുന്നത് ആ വസ്തുക്കൾ ആരുപയോഗിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. For example, if you keep a stick in the museum and say it is $1 million, will anybody buy it? ഒരു വടി ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിന്റെ വില അവരിട്ടിരിക്കുന്നത് $1 million ആണ് എന്ന് വിചാരിക്കുക. But at the same time, if somebody says this is used by King Charles or King of England, people will fight to buy it. എന്നാൽ ആ ഒരു വടി ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് രാജകുമാരൻ ഉപയോഗിച്ചിരുന്നതാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അത് വാങ്ങിക്കുവാനായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതായിട്ട് നമ്മൾ അറിയുവാനായിട്ട് കഴിയും. If you compare this small example with us, we are special because God is using us through him, through his son, the Lord Jesus Christ. We are in him, that is why we are special. ഈ ഉദാഹരണം വെച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മെ ആരാണോ ഉപയോഗിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നാം വളരെ മൂല്യമുള്ള, വിലയുള്ളവരായി നാം മാറുകയാണ് ചെയ്തത് ക്രിസ്തുവിനാൽ. I want to take myself. If you take Stephen, I have no value, nothing. But when I see the Lord Jesus Christ is in me, he is in me, he is using me, I feel special. That brings fear in me. എന്നാൽ ഞാൻ എന്നെ തന്നെ എടുക്കുമ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന എനിക്ക് യാതൊരു മൂല്യവുമില്ല. എന്നാൽ അവൻ എന്നെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് മൂല്യം വന്നിരിക്കുന്നു. So what a great privilege! The great royal king, the Lord of the king of this world, the King of kings and the Lord of lords is our king. He is using us. What a fear it should bring in our life. പ്രിയമുള്ളവരെ, രാജാതി രാജാവായ, കർത്താതി കർത്താവായ, എല്ലാത്തിന്റെയും രാജാവായ ആ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് വിലയുള്ളവരായി മാറിയെങ്കിൽ നാം എത്രത്തോളം ഭയത്തോടെ നമ്മുടെ ജീവനം കഴിക്കണം. God takes ordinary people like us to use for special purpose. പ്രിയമുള്ളവരെ, വെറും സാധാരണക്കാരായ നമ്മെ ഓരോരുത്തരെയും അവൻ എടുത്ത് അവന്റേതായ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് അവൻ ഉപയോഗിക്കുന്നു. Brother, sorry, can I take 5 more minutes, please? Yes, of course. Okay, sorry. And I will quickly move on. Fourth is the 3 objects in worship. നാലാമതായിട്ട് ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Rather than object, vastudagal, that is that. 4 വസ്തുതകൾ ആണ് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Yeah. So first is, in a worship there needs to be an altar. ഒരു ആരാധനയ്ക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു യാഗമാണ്, അല്ലെങ്കിൽ യാഗപീഠമാണ്. Let's read Hebrews chapter 13 and verse 10. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. We have an altar. നമുക്കൊരു യാഗപീഠം ഉണ്ട്. It refers to the cross. അത് ക്രൂശിനെയാണ് കാണിക്കുന്നത്. We are more privileged than the Old Testament priests in relation to the altar. നാം യാഗത്തോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമ വിശ്വാസികളുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരെക്കാൾ പദവിയുള്ളവരാണ് നാം എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. Because the priest could not eat the sacrifice, that is everything offered on the day of atonement. അവനെ ഒരു പുരോഹിതനെ യാഗം കഴിക്കുവാനായിട്ട് കഴിയുന്നത് അവനെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അവനെ അതിനുവേണ്ടി അഭിഷേകം ചെയ്തതിനു ശേഷം മാത്രമാണ്. But we, as the New Testament priests, we have every right to go to the altar, and because the altar, the cross, the Lord Jesus Christ has paid once and for all the sacrifice for our sins. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും എപ്പോഴും പോയി ആ യാഗപീഠത്തിന് മുമ്പിൽ നിന്ന് ധ്യാനം കഴിക്കുവാൻ, അവനോട് അപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കിന്നുണ്ട്.
We had a greater privilege of approaching the altar. ആ യാഗപീഠത്തോട് അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് പദവി അധികമായിട്ടുണ്ട് എന്നുള്ളത് നാം അറിയണം. So the altar, the cross, the Lord Jesus Christ has paid it in full on the cross of Calvary for all our remission. നമ്മുടെ എല്ലാ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യവും ആ യാഗത്തിൽ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ചു കഴിഞ്ഞു. We can boldly approach that altar. അതിനാൽ നമുക്ക് ധൈര്യത്തോടു കൂടി ആ യാഗപീഠത്തിന്റെ സമീപത്തേക്ക് ചെല്ലാം. And the second object is a throne. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് കിരീടമാണ്. Hebrews chapter 4 and verse 16. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. Kribasthanam, that is very good in Malayalam. That is throne of grace. കൃപാസനം, കൃപയുടേതായിട്ടുള്ള ദൈവത്തിന്റെ സ്ഥാനം. It mentions two things. It is not only a throne, it also has grace. അതൊരു വെറും ഒരു രാജകീയ പീഠമല്ല, അത് കൃപയുടെ സ്ഥലമായിട്ടായിരിക്കുന്നു. If you go to a human government or a human king, maybe you can go to his throne, but you can never expect sometimes mercy from him. നാം ഒരുപക്ഷെ മാനുഷികമായ രാജാവിന്റെ അടുത്തോ അധികാരികളുടെ അടുത്തോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്ക് എപ്പോഴും കരുണ ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. But thank be to our Lord Jesus Christ, his throne of grace we can always approach, because he has gone through every temptation, yet without sin we can boldly approach him in our infirmities. പ്രിയമുള്ളവരെ, എന്നാൽ നമുക്കുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പദവി എന്ന് പറയുന്നത് അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായി, പാപം കൂടാതെ പരീക്ഷിക്കപ്പെട്ടതിലൂടെയൊക്കെ കടന്നുപോയിട്ട് കൃപ ലഭിക്കുവാൻ നമുക്ക് നൽകുവാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ട് അവൻ എപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. We can boldly approach this throne of grace from where we get authority and mercy. നമുക്ക് ആ ഒരു കൃപാസനത്തിലേക്ക് ചെന്ന് ഏത് സമയത്തും അവനോട് കൃപ യാചിക്കുവാൻ, കരുണ യാചിക്കുവാനായിട്ട് കഴിയും. Because he is not only a king, he is our mediator. അവൻ ഒരു രാജാവ് മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവൻ കൂടിയാണ്. He is a great high priest for us who bears with our infirmities. അവൻ നമുക്ക് വേണ്ടിയുള്ള മഹാപുരോഹിതനാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. And the third object is a table in our worship. മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ യാഗത്തിലുള്ള മേശയാണ്. The Lord by his mercy has made us to be partakers from his table. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. By his precious blood, the newborn believers, we are able to take part from that bread, the table. It shows the unity of the body of Christ. അവന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് അവന്റെ ആ ഒരു മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാൻ, ഒരപ്പത്തിന്റെ അംശികളായിട്ട് ഐക്യതയുള്ളവരായി തീരുവാൻ ദൈവം യോഗ്യരാക്കി മാറ്റി. He has made us his children to partake from his table. We can dine at his table. അവന്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാനായിട്ടുള്ള യോഗ്യത നമുക്ക് ആക്കി തന്നു. And lastly, the fifth aspect is the three services of believers in worship. അവസാനമായിട്ട് ഒരു ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു വിശുദ്ധന്റെ സേവനങ്ങൾ, 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I will just tell, we sacrifice as priests at the altar. പുരോഹിതൻ ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗം. Secondly, we serve as servants before the throne. ദൈവത്തിന്റെ ആ കൃപാസനത്തിന് മുമ്പിലുള്ള ആ ദാസന്മാരായിരിക്കുക. Thirdly, we sup or dine as children around the table of the Father. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പിതാവിന്റെ പേശയിങ്കൽ നിന്ന് പങ്കുകൊള്ളുന്നവരായി, താഴ്മയുള്ളവരായി, വിനയത്തോടെ ആയിരിക്കുക. I hope and pray that this thoughts has helped us to look back at our worship and to correct us where we have gone wrong. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ആരാധനയിൽ നാം ഏത് രീതിയിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. Brother Ebi, can I share for 2 minutes my screen just to summarize? Of course, you have. Yeah.
I will just leave for the sake of all of us to just quick recap the three essentials in worship: praise, purity, and practice. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചോട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ സ്ലൈഡിലൂടെ ഞാൻ ജസ്റ്റ് വേഗത്തിൽ പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. So the three essentials is we should have praise, purity, and practice in our worship. നമ്മുടെ ആരാധനയിൽ വേണ്ട മൂന്ന് അത്യാവശ്യ കാര്യങ്ങൾ സ്തുതിയും വിശുദ്ധിയും ചില പരിചയങ്ങൾ. And the second thing is we need to have the three essentials of worship is we are positions, we are priests, we are subjects, we are children. രണ്ടാമത്തെ അതിലെ മൂന്ന് പദവികളെ കുറിച്ച് നാം കണ്ടു. പുരോഹിതന്മാരാണ് നമുക്ക് ചില പുരോഹിതന്മാരാണ്, ചില പദവികളുണ്ട്, ചില മക്കൾ എന്നുള്ള പദവി നമുക്ക് തന്നിരിക്കുന്നു. And roles, we have a responsibility as priests, we have duty as servants, and privilege as children. മൂന്നാമത്തെ കാര്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലി, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പദവി. And there should be three objects in the worship. That is, we should have an altar, we have a throne, we have a table. മൂന്ന് ആരാധനയോടുള്ള ബന്ധത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കൊരു യാഗപീഠമുണ്ട്, നമുക്കൊരു കൃപാസനമുണ്ട്, നമുക്കൊരു മേശയുണ്ട്. Finally, we have three services. മൂന്നാമതായിട്ട് അവസാനമായിട്ട് മൂന്ന് സേവനങ്ങളെ കുറിച്ച് നാം പറയുകയുണ്ടായി. We sacrifice as priests. നമുക്ക് ഒരു യാഗമുണ്ട്, നമുക്കൊരു സേവനമുണ്ട്. We serve as servants before our master. നാം വലിയ യജമാനന്റെ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന ദാസന്മാരാണ്. We have the privilege to sup and take part in the table. അവന്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാനായിട്ട് നമ്മെ യോഗ്യരാക്കി അവൻ മാറ്റിയിരിക്കുന്നു. I want to once again thank the assembly and the leadership for giving me this opportunity. ഒന്നുകൂടി ഞാൻ ഈ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഈ നന്ദി അറിയിക്കുകയാണ്. I know that this assembly has many learned and very great servants and preachers and men of God, but inviting such a unworthy person like me to talk this morning. Thank you so much once again. ഈ സഭയിൽ അനേക വിശുദ്ധന്മാരുടെ വേദ പഠിതാക്കളുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഇത്രത്തോളം അറിവില്ലാത്ത എന്നെ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിലുള്ള നന്ദിയും ഞാൻ അവസാനമായിട്ട് അറിയിക്കുകയാണ്. We will continue in prayers. Please pray for us and my family as we do a small ministry here in Bangalore. Pray for us as well. എന്നെയും ഞാൻ കുടുംബത്തെ ഓർത്ത്, സഹോദരന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവകൃപയാൽ ഒരു ചെറിയ ശുശ്രൂഷ ബാംഗ്ലൂരിലെ പ്രദേശത്ത് ദൈവം ചെയ്യുവാനായിട്ട് അനുവദിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. Thank you and God's name be glorified. നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.